വെൽക്കം ടു GBU മാമ. GBU അല്ലെങ്കിൽ ഗുഡ് ബാഡ് അഗ്ലി. ഗുഡ് ബാഡ് അഗ്ലി സിനിമ ഞാൻ ഇന്ന് പോയി 12 മണി ഷോയ്ക്ക് ഞാൻ നാഗർകോവിലിൽ പോയി കണ്ടു. ഏകദേശം 200 രൂപ ടിക്കറ്റാണ്. എൻ്റെ കൂട്ടുകാരനാണ് ടിക്കറ്റ് എടുത്തത്. ഞാൻ ടിക്കറ്റിന്റെ പൈസ കൊടുത്ത് ടിക്കറ്റ് അവരെടുത്തു. ഓക്കെ, അത് ഞാൻ പോട്ടെ. സിനിമ കണ്ടു. സിനിമ കണ്ടപ്പോൾ എനിക്ക് എന്തൊക്കെ തോന്നി എന്നുള്ളത് ഞാൻ പറയാം ഫസ്റ്റില്. ഒന്നാമത്തെ കാര്യം, ഇതിൽ അജിത് സാറ് വർഷങ്ങൾക്ക് ശേഷം നല്ല രീതിയിൽ എനർജറ്റിക് ആയിട്ട് പെർഫോം ചെയ്തു. അതായത് ഭയങ്കര എനർജറ്റിക് ആയിട്ട് പെർഫോമൻസ് ചെയ്തതാണ്. വിടാമുയർച്ചയിൽ എന്ത് പെർഫോമൻസ് ആണോ കിട്ടാത്തത് അതിനേക്കാൾ ഡബിൾ മടങ്ങ് പെർഫോമൻസ് ഇതിൽ എനിക്ക് കിട്ടി. അതിലെനിക്ക് വലിയ സന്തോഷം. അജിത് സാറിൻ്റെ പടങ്ങൾ ഞാൻ ഇഷ്ടംപോലെ സിനിമകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയും എനിക്കതൊരു മാസ് ഐറ്റമായിട്ട് എനിക്ക് തോന്നി. പിന്നെ ആദിക് രവിചന്ദ്രൻ ഈ സിനിമയിൽ, അതായത് ഡയറക്ടർ ആദിക് രവിചന്ദ്രൻ ഈ സിനിമയിൽ ഓരോ സീൻ ബൈ സീനും അജിത് സാറിന് വേണ്ടി എഴുതിയതുപോലെ തോന്നി. അത് തന്നെ വലിയൊരു പോസിറ്റീവ് ആണല്ലേ. കാരണം ഓരോ സീനും അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അജിത് സാറിന് വേണ്ടി എഴുതിയതുപോലെ തോന്നി. പിന്നെ GV പ്രകാശിന്റെ മ്യൂസിക്, എന്ത് മ്യൂസിക്കാണ് ബായ്. നിങ്ങൾ GV പ്രകാശ് സാർ, നിങ്ങൾ വേറെ ലെവൽ. സാർ, നിങ്ങൾ വേറെ ലെവൽ. അത്രത്തോളം കിടിലം മ്യൂസിക് എന്ന് വെച്ചാൽ വേറെ ലെവൽ. പിന്നെ ഇതിൽ സോങ്സ്, OG സംഭവം, അതുപോലെ തന്നെ ഗോഡ് ബ്ലെസ് യു മാമ സോങ് വേറെ ലെവൽ. അടുത്തത് പുലി 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 സോങ്ങിനെ റീക്രിയേറ്റ് ചെയ്ത് ഇതിൽ ഇട്ടിട്ടുണ്ട്. എന്ത് ബീറ്റാണ് ഈ സോങ്ങിനാണ്. ഈ പുലി 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 പുലീപ്പ് എന്ന് പറയുന്ന സോങ് അങ്ങനെയാണെന്ന് തോന്നുന്നു. പുലി 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 പുലീപ്പ് പുലി 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 പുലീപ്പ്. ഈ സോങ് ഞാൻ ഇത് രണ്ടാമത്തെ പ്രാവശ്യം കേൾക്കുന്നത്. കാരണം ഇതിനു മുമ്പ് ഞാൻ എപ്പോഴും ആൽബം സോങ് ആയിട്ട് കേട്ടിട്ടുണ്ട്, അല്ലാതെ ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം കേൾക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ സോങ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിലെ ഒരു പെൺ ക്യാരക്ടറിനെ കാണിക്കുന്നുണ്ട്. നമ്മളെ മറ്റേ ഏതോ ഒരു സിനിമ, മലയാള സിനിമയാണ്, അതിൽ കണ്ണടിച്ച് കാണിക്കുന്ന ഒരു സീൻ. നടിയുടെ പേരെനിക്ക് ഓർമ്മയില്ല, പക്ഷെ ആ നടി തന്നെയാണെന്നാണ് എൻ്റെ ഉറപ്പ്. ആ നടി ഇതില് വേറെ ലെവലിലൊരു ഡാൻസ് കളിക്കും. പോളി സീൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അജിത് സാറിനെ കാണിക്കുന്ന സീൻ ബൈ സീൻ ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ രാമ ഇങ്ങനെ എണീറ്റ് നിൽക്കുകയല്ല, പിന്നെ എണീറ്റ് നിന്നിട്ട് തുള്ളിച്ചാടും. അതാണ് സിനിമ, അതാണ് സീന്. കാരണം നിങ്ങൾ രോമം കണ്ടില്ലല്ലോ. കണ്ടെങ്കിൽ ഈ രോമൊക്കെ ഇങ്ങനെ എണീറ്റ് നിന്നിട്ട് തുള്ളിച്ചാടും. അതാണ് സിനിമ എന്ന് പറഞ്ഞാൽ. ആ മാസ് സീനൊക്കെ കാണുമ്പോൾ അത്രയും പെർഫോമൻസ് കിട്ടും. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള സീനുണ്ട് പൊളി സാധനം ആര്. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഇതില് ഹീറോയിൻ തൃഷ, ബ്യൂട്ടി ക്യൂൺ എന്നൊക്കെ പറയാം. സൈഡിൽ നിർത്തണം. കാരണം സൈഡ് ക്യാരക്ടർ. പിന്നെ ഹീറോയുടെ മകൻ, അതും സൈഡ് ക്യാരക്ടർ. ഇന്നി, പ്രഭു, അതും സൈഡ് ക്യാരക്ടർ. പിന്നെ പ്രഭുവിന്റെയും അജിത്തിന്റെയും കൂടെ നിൽക്കുന്ന വേറൊരു പയ്യനുണ്ട്, അവരുടെ പേരെനിക്കറിയില്ല. അതും ഒരു ഒന്നൊന്നര ആയിട്ടുള്ള പോളി ആയിട്ടുള്ള ക്യാരക്ടർ. ആ ക്യാരക്ടറും സൈഡ് ക്യാരക്ടർ. ഓക്കെ. ഇനി വില്ലൻ, മാരണമാസ് വില്ലൻ. 2 വില്ലന്മാരുണ്ട്. ഈ 2 വില്ലന്മാരെയും നിങ്ങള് തിയേറ്ററിൽ പോയി ആസ്വദിച്ച് എൻജോയ് ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ട വില്ലന്മാരെ. ഈ 2 വില്ലന്മാരും ഞാൻ അവരെ കുറിച്ച് പേരോ അവരുടെ കാര്യം പറയുന്നില്ല. ഈ 2 വില്ലന്മാരെ നിങ്ങൾ തിയേറ്ററിൽ പോയി എൻജോയ്മെന്റ് ചെയ്ത് സസ്പെൻസോട് കൂടി ഇരുന്ന് കാണുക. കാരണം സസ്പെൻസ് ഉണ്ട്, അതാണ് കാര്യം. സസ്പെൻസ് ഉണ്ട്. പിന്നെ ഹോളിവുഡിൽ നിന്ന് 3 നടന്മാരെ ഇറക്കിയിട്ടുണ്ട്. അതൊരു ഭയങ്കര പോസിറ്റീവ്. കാരണം അത് ഒരു ഒന്നൊന്നര പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു സംഭവമാണ്. അതും പൊളി. പിന്നെ ഈ സിനിമയിൽ പറയാൻ പോസിറ്റീവായിട്ട് ഇത്രയും കാര്യമേ ഉള്ളൂ. ഇനി നെഗറ്റീവായിട്ട് ഒരു ഒറ്റ കാര്യം ഞാൻ പറയാം.
ഇതിൽ സ്റ്റോറി എന്ന് പറഞ്ഞ ഒരു സംഭവം നോക്കിയ തീന്ന് എണീറ്റുന്ന രാമൻ നേരെ പോയി കുളത്തിൽ വീണ് ചാവും. സ്റ്റോറി എന്ന് പറയുന്ന സംഭവം ഇതിൽ നിങ്ങൾ നോക്കരുത്. ഞാൻ പറഞ്ഞില്ലേ കുറച്ചെടുത്ത് എണീറ്റുന്ന രോമം തോട്ടി വീണ് ചാവും. അത്രയ്ക്ക് ഒരു പ്രശ്നമാണ് ഈ സ്റ്റോറി എന്ന് പറയുന്നത്. സ്റ്റോറി എന്ന് പറഞ്ഞ സംഭവം ഇല്ല, അതാണ് വിഷയം. ബോംബെ ഡാൺ, ഗുജറാത്ത് ഡാൺ, അങ്ങ് അമേരിക്കൻ ഡാൺ, ചൈന ഡാൺ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങ് അതായത് ഉദാഹരണം പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു സ്റ്റോപ്പിൽ ഇറങ്ങണം. നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് കയറി, നമുക്കിപ്പോൾ നെയ്യാറ്റങ്കര ഇറങ്ങണം. നമ്മളെ കൊണ്ടുപോയി കളിയിക്കുള്ള നിർത്തിയാൽ ശരിയാവോ? അതാണ് അവസ്ഥ. നേരെ ട്രിവാൻഡ്രത്ത് നിന്ന് കളിയിക്കുള്ള ഇങ്ങനെ കൊണ്ട് നിർത്തൂലേ, ആ ഒരവസ്ഥയായിരുന്നു. നേരെ ഇപ്പൊ ഈ കളിക്കുള്ള നിന്ന് കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ? ആ ഒരവസ്ഥ ഈ സിനിമയിലുണ്ട്. സ്റ്റോറി നോക്കിയാ തീന്ന്. ഗോഡ് ബ്ലസ് യു ഇതിൽ പറയുന്നില്ലേ ഗോഡ് ബ്ലസ് യു എന്ന്. നിങ്ങൾക്ക് ഗോഡ് ബ്ലസ് യു തന്ന് പൊട്ടും കുത്തി നിങ്ങൾ അങ്ങ് വിടും, അത്ര തന്നെ. അതുകൊണ്ട് ആരും സ്റ്റോറി നോക്കരുത്. പിന്നെ ഇതിൽ നിങ്ങൾ വേറൊരു സംഭവമുണ്ട്. അതായത് ഈ സിനിമയില് ഫൈറ്റ് സീൻസിലൊക്കെ നല്ല കിടുക്കൻ ഫൈറ്റ് സീൻസ് ആണല്ലോ, നല്ല ഒറിജിനാലിറ്റി. ഈ ഒറിജിനാലിറ്റി നോക്കി ഒരുത്തനും പോകരുത്, എങ്കിലും നിങ്ങൾക്ക് നല്ല ഒന്നാം തരം ഒറിജിനാലിറ്റി സീൻസ് ഒക്കെ തരും, അണ്ണാക്കിലടിച്ച് തരും. ഒറിജിനാലിറ്റി ഒന്നും നോക്കരുത്. ഇതില് നിങ്ങൾ ഈ തലച്ചോറിനെ എടുത്ത് ഒന്ന് മാറ്റി വെച്ചിട്ട് നല്ല ഫ്രഷ് മൈൻഡോടെ ഒരു മാസ് ആക്ഷൻ പടം കാണാൻ വേണ്ടി നിങ്ങൾ പോയാൽ ഈ സിനിമ നിങ്ങൾക്ക് നല്ലൊരു മാസ് ആക്ഷൻ എന്റർടൈൻമെന്റ് പടമായിട്ട് നിങ്ങൾക്ക് മാറും. അല്ലാതെ ഇതില് ഗോഡ് ബ്ലസ് യു മാമ അടിച്ച് നിങ്ങളെ വീട്ടിൽ വിടും. അപ്പോൾ ഗോഡല്ല, ഗുഡ് ബാഡ് അഗ്ലി വേൾഡിൽ പോയിട്ട് വന്നവര് കമന്റ് ചെയ്യണം. കാരണം ഗുഡ് ബാഡ് അഗ്ലി ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എൻ്റെ വീഡിയോ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ തുടർച്ചയായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം, എനിക്ക് ഒരു സന്തോഷം, നമുക്ക് രണ്ടുപേർക്ക് സന്തോഷം. അപ്പം സബ്സ്ക്രൈബ് അടിക്കാൻ മറക്കരുത്. സബ്സ്ക്രൈബ് മൈ ചാനൽ, പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. Please, not time. Enjoy Good Bad Ugly. Enjoy for family film. Go to home and finish the work. English okay va. God bless you, mama.